സ്വർണം കണ്ടെടുക്കണ്ടേ? എവിടെയാ സ്വർണം? അതല്ലേ വിഷയം. ഈ പാട്ട് പാടിയതാണ് ആക്ഷേപം. സ്വർണം കട്ടതിനേക്കാൾ വലിയ കാര്യമാണോ കട്ടു എന്ന് പറയുന്നത്? അതുകൊണ്ട് CPM തെറ്റ് തിരുത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ പതിനായിരങ്ങളുടെ പേരിൽ, ലക്ഷങ്ങളുടെ പേരിൽ, കേരളത്തിലെ ജനകോടികളുടെ പേരിൽ കേസെടുക്കാൻ ഞങ്ങൾ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. പാട്ട് ഞാൻ ആസ്വദിക്കരുത്. CPM-ന് വ്രണം ഉണ്ടാക്കിയത്. ഒരു വിശ്വാസിക്ക് വ്രണം ഉണ്ടായിട്ടില്ല. വിശ്വാസിക്ക് ഈ പാട്ടിൽ സംതൃപ്തിയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ലോകത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള എളിയ സംതൃപ്തിയാണ് വിശ്വാസികൾക്കുള്ളത്. അത് മറ്റൊരു മണ്ടത്തരം. കമ്മീഷൻ തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ഈ പാട്ടിന്റെ ബലത്തിൽ ഈ പാട്ട് കേട്ട് വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലക്ഷൻ റിസൾട്ട് മുഴുവൻ കമ്മീഷൻ പരിശോധിക്കട്ടെ. ഇൻഡിവിജ്വൽ കേസുമായിട്ട് വരട്ടെ. ഏത് കേസിലാ? വളരെ ബാലിശം. അവരോട് സഹതാപം തോന്നുന്നു. കേരളത്തിലെ CPM നേതൃത്വത്തോട് സഹതാപം തോന്നുന്നു. അതെ, അതിപ്പോ ഞങ്ങൾ ഇതിലേക്ക് മാത്രമൊന്നും ചുരുക്കിയതല്ല. ഞങ്ങൾ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ പലതിനെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ അതില് പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. അതിനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പാട്ടിലേക്ക് എത്തിയത് അവരുടെ മണ്ടത്തരത്തിലുള്ള തീരുമാനമാണ്. കേസ് കൊടുക്കാനുള്ള തീരുമാനമാണ് പാട്ടിന് പ്രചാരം ലഭിച്ചത്. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ? സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ? അവിടെ സമരം ചെയ്ത കാര്യമല്ലേ? ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ് കോടതിയുടെ കണ്ടെത്തൽ. പറഞ്ഞു ചോദിച്ചു. അതോ ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങളുടെ നിരവധിയായ അനുഭവങ്ങളുണ്ട്. ഷാഫി ആക്രമിച്ചല്ലോ, ഷാഫിക്കെതിരെയല്ലേ കേസ്? തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ സുജിത്തിനെ ലോക്കപ്പിൽ കയ്യേറ്റം മർദ്ദിച്ചല്ലോ, അവശനാക്കിയല്ലോ. സുജിത്തിനെതിരെയായിരുന്നല്ലോ കേസ്. ഒരു നിയമ പോരാട്ടം നടത്തി ആണ് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അവർക്ക് ലഭ്യമാക്കിയത്, എറണാകുളത്തെ കേസ് പോലെ തന്നെ. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നിട്ടില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ആ പോലീസുകാരനെ, സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. സുജിത്ത് ആവശ്യപ്പെട്ടു. വിഷ്വല് നേരത്തെ കണ്ടതാണ്, ഗവൺമെന്റ് കണ്ടതാണ്. അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ക്രിമിനലുകളെ, പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.